സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്തിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും പ്രാർത്ഥിച്ചും ജീവിതത്തെ ക്രമപ്പെടുത്തണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ റമളാനുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം, കഴിഞ്ഞ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ സമയങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളെയും കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇനി നമുക്ക് എത്രമാത്രം വേഗതയിലാണ് നാം മത്സരിക്കേണ്ടത് എന്ന കൃത്യമായ ഒരു ബോധ്യവും ഉണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 365 ദിവസമാണ്. അങ്ങനെയാണ് എങ്കിൽ 10 വർഷം കൂട്ടിയാൽ 3650 ദിവസമായി മാറി. ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏകദേശം 50 വയസ്സ് അതിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലുള്ളത്. ഒരു 50 വയസ്സ് പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം കിട്ട് മാറ്റി വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയും നടന്നും ഒരു കൃത്യമായിട്ട് നന്മ തിന്മകളൊന്നും കൃത്യമായിട്ട് അറിയാത്തൊരു പ്രായമാണല്ലോ ഫസ്റ്റത്തെ ഒരു 10 വയസ്സ്. അതങ്ങോട്ട് മാറ്റിയാൽ ബാക്കി 40 വർഷം. ഒരു വർഷം 365 ആണെങ്കിൽ 40 വർഷം കൊണ്ട് ഒരു 15000 ദിവസങ്ങൾ നമ്മളിവിടെ ജീവിച്ച് കടന്നു പോവുകയാണ്. 15000 ദിവസങ്ങൾ. ഈ 15000 ദിവസങ്ങൾ നാളെ പരലോകത്ത് വിചാരണക്കെടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പിന്നിലേക്ക് നോക്കിയിട്ട് റമളാനിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നമുക്ക് റമളാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ 15000 ദിവസങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ നാളെ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാനും വിലയിരുത്താനൊക്കെ സാധിക്കും. മാത്രമല്ല, നമ്മളൊക്കെ എപ്പോഴും ഒരുമിച്ചിട്ടാണ്. ഒറ്റക്ക് പോകുന്ന സമയത്ത് പോലും നമ്മൾ ഒറ്റക്കല്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറെ ആളുകളുടെ കൂടെയാണ്. യൂട്യൂബിലായിട്ടും വാട്സപ്പിലായിട്ടും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒറ്റക്കിരുന്ന് കൊണ്ട് റബ്ബിനെ ഓർത്ത്, എൻ്റെ ജീവിതത്തെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, മരണാനന്തരം ഓർത്ത്, ഞാൻ ഈ ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഒറ്റക്കിരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് ധാരാളമായിട്ട് നന്മകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഈ ജുമാക്ക് കയറി വന്നതിൽ കുറെ ശ്രേഷ്ഠതയുണ്ട്. ഈ ജുമാക്ക് വന്നിരുന്നതിൽ കുറെ ഹൈറുകളുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന അല്ലാഹുവിന്റെ ബർക്കത്തുകളെയും അല്ലാഹുവിന്റെ പ്രതാപത്തെ ഉയർത്തിയതിനു ശേഷം എന്തുകൊണ്ടാണ് പടച്ച റബ്ബിനോട് അത് പറയുന്നത് എന്ന് 2-ാമത്തെ ആയത്തിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ, അവൻ ആരാണെന്നറിയുമോ? ഖലഖൽ മൗത വൽ ഹയാത്, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണവൻ. മരണത്തെയും അല്ലാഹുവല്ലാതെ ബാക്കി എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ പ്രവർത്തിക്കലല്ല കാര്യം, മറിച്ച് ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. 15000 ദിനരാത്രങ്ങൾ കടന്നുപോയിട്ട് നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായി
ധാരാളം നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. മാത്രമല്ല ഓരോ നന്മകൾക്കും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ അതൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ധാരാളം സമയം വേണ്ടി വരും നമുക്കിത് സംസാരിക്കാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് റബ്ബിനെ ഓർത്തുകൊണ്ട് എഴുന്നേൽക്കണമെന്നാണ്. റബ്ബിനെ ഓർത്ത് എഴുന്നേറ്റാൽ കുറെ ധാരാളം ഖൈറുകൾ ഈ ദുനിയാവിൽ തന്നെ നമുക്കുണ്ട് എന്നുള്ളതാണ്. പരലോകത്തല്ല, ഈ ദുനിയാവിൽ തന്നെ ധാരാളം ഖൈറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലി എഴുന്നേൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്നങ്ങനെയായിരുന്നു, ഈ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ അങ്ങനെയായിരുന്നു. ഈ ഒരു വർഷം, ഇങ്ങനെ കഴിഞ്ഞുപോയ വർഷങ്ങൾ, പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന, രാവിലെ പ്രവേശിക്കുന്ന, ഉറക്കത്തിൽ ഉണരുന്ന സമയത്ത് ഈ റബ്ബിനെ ഓർത്തുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം എഴുന്നേൽക്കലല്ല, അതിനെ ഏറ്റവും നന്നാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തി അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. എന്താ അതിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും, അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഉറക്കമാകുന്ന മരണത്തിന് ശേഷം എനിക്ക് ജീവിതം തിരിച്ചു നൽകിയ പടച്ച റബ്ബേ, നിനക്കാകുന്ന സർവസ്തുതിയും, വഇലൈഹിൻ നുശൂർ, അവങ്കലേക്കാണ് മടങ്ങാനുള്ളത് എന്ന പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് എഴുന്നേൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതേപോലെ മറ്റൊരു പ്രാർത്ഥനയും കാണാം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. ഇത് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇന്നോ ഇന്നലെയോ അല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമായ മനുഷ്യൻ പ്രഭാതത്തിലേക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും. എന്നിട്ട് 3 കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തിനാണ് പടച്ച റബ്ബിനെ സ്തുതിക്കുന്നത്? അല്ലദീ ആഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ റബ്ബിനെ നിനക്കാകുന്ന സർവസ്തുതി എന്ന്. ആഫിയത്ത് നൽകിയത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നൽകിയത് കൊണ്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആഫിയത്ത് നൽകിയത് കൊണ്ടാണ്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് മനുഷ്യർ വീടുകളിലും ഹോസ്പിറ്റലുകളിലും പല സ്ഥലങ്ങളിലും നിവർന്ന് കിടക്കുകയാണ്. ശരീരം പോലും ഒന്നനക്കാൻ പോലും സാധിക്കാതെ, പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് മനുഷ്യർ ജീവിക്കുമ്പോഴാണ് ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി നമുക്ക് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. അത് പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. അല്ലാഹുവേ, എന്റെ റൂഹിനെ എന്നിലേക്ക് മടക്കി തന്ന പടച്ച റബ്ബേ, ഉറക്കം ഒരു മരണമാണ് എന്നാണല്ലോ. ആ ഉറക്കത്തിൽ നിന്ന് ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചപ്പോൾ ആ ആത്മാവിനെ തിരിച്ച് എനിക്ക് മടക്കി തന്നത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ, ഇന്ന് ആ ആത്മാവിനെ നമുക്ക് തിരിച്ചു നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോ ഖബറിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഖബർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ശരിയല്ലേ? ആ രാവിലെ പ്രവേശിക്കും ഓർമ്മിക്കണ്ടേ പടച്ച റബ്ബിനെ, അല്ലാഹുവേ വറദ്ദ അലയ്യ റൂഹി, എന്റെ ആത്മാവിനെ എന്നിലേക്ക് തിരിച്ചു തന്ന പടച്ച റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതി. വഅദിന ലീ ബിദിക്രി, ഈ രാവിലെ ഈ പ്രഭാതത്തിലേക്ക് ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത്, പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുവേ, നിന്നെ ഓർമ്മിക്കാൻ, നിന്നെ സ്മരിക്കാൻ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പടച്ച റബ്ബേ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് നിന്നെ ഓർത്തുകൊണ്ട്, നിന്നെ സ്തുതിച്ചുകൊണ്ട് എനിക്ക് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാൻ തൗഫീഖ് നൽകിയ പടച്ച റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എത്ര എളുപ്പമെന്നറിയോ? ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. لا إله إلا الله وحده لا شريك له
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി. ഇത് ചൊല്ലണമെന്ന് റസൂൽ പഠിപ്പിച്ചു. ഒരാൾ രാത്രി ഞെട്ടിയുണർന്നാൽ, ഉറക്കത്തിൽ ഉണരുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലണം. ആർക്കറിയാത്തത് ഇതൊക്കെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാതെ ആരാധനക്കർഹനില്ല, വഹ്ദഹു അവനേകനാണ്, ലാ ശരീക ലഹു അവനിൽ യാതൊരു പങ്കുകാരനുമില്ല, ലഹുൽ മുൽക്ക് എല്ലാ അധികാരവും ആധിപത്യവും അവനാകുന്നു, വലഹുൽ ഹംദ് എല്ലാ സ്തുതികളും അവനുള്ളതാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് ദിക്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് തൗഹീദിന്റെ പടച്ച റബ്ബിനെ പ്രകീർത്തിക്കുന്ന ദിക്റുകൾ ചൊല്ലണം. അതിന്റെ കൂടെ സുബ്ഹാനല്ലാഹ് നമുക്കറിയാവുന്ന ദിക്റാണ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് അതിനോട് ചേർത്ത് നമ്മൾ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങളൊക്കെ പുറത്തു തരും. എന്നിട്ട് ആരെങ്കിലും 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടും. അവരെന്താണ് റബ്ബിനോട് ചോദിക്കുന്നത് അത് അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്തിനാ മരണവും ജീവിതം നൽകിയത്? രാവിലെ ആകുന്നു വൈകുന്നേരം ആകുന്നു ഇങ്ങനെ ജീവിച്ചു തീർക്കാൻ വേണ്ടിയല്ല, മറിച്ച് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ ഞാൻ ഈ പറഞ്ഞ 3 ദിക്റുകൾ, 3 പ്രാർത്ഥനകൾ 3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടികളടക്കം എന്തൊക്കെ പാട്ടുകൾ അവർ പാടുന്നറിയോ? കുറിയം പാട്ടുകളും പല പാട്ടുകളും എത്ര നമുക്കൊന്നും ഒരിക്കലും അതിന്റെ വാക്കുകൾ പോലും കിട്ടാത്ത വിധത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുള്ള പാട്ടുകൾ പോലും അതിനേക്കാളും ബുദ്ധികൂർമ്മതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. ഇന്ന് മൊബൈലിന്റെ പിന്നിലും പല രീതിയിലും മുന്നോട്ട് പോകുമ്പം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിപ്പിക്കുന്നുവോ അത് കൃത്യമായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആ വർഷത്തിൽ നിന്ന് കയറി 50 വർഷം പ്രായമായി 50-ൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ ദിക്ർ പഠിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാൻ ഈ അവസാനം പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നിസ്കാര ശേഷവും രാവിലെ എന്തെല്ലാം സന്ദർഭങ്ങളിൽ ചൊല്ലുന്ന ദിക്റുകളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ദരിദ്രരായ സ്വഹാബികൾ വരിക. അത് അവരുടെ ജീവിതത്തിൽ അവർ നന്മയോട് കാണിച്ചിരുന്ന ഒരു ആസ്വാദനവും സന്തോഷവും മനസ്സിന് വിശാലതയും അവരുടെ മനസ്സും നമ്മൾ മുമ്പിൽ വെച്ച് നമ്മളൊന്ന് പരിശോധിക്കണം. മുഹാജിറുകളായ സ്വഹാബികൾ, പാവങ്ങളായ ദരിദ്രരായ സ്വഹാബികൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞ, റസൂലേ, നമ്മൾ നമസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നു, നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ അവരും. പണക്കാരായ സ്വഹാബികളെ കുറിച്ച് ഈ പരാതി എന്തിന്? ദുനിയാവിന്റെ വിഷയത്തിലുള്ള പരാതിയല്ല, ആഖിറത്തിന്റെ വിഷയത്തിൽ പരാതി പറയാൻ പാവങ്ങളായ സ്വഹാബികൾ വന്നിട്ട് പറയാണ്, റസൂലേ, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ അവരും പ്രവർത്തിക്കുന്നു. പക്ഷെ റസൂലേ, അവര് സ്വതക്ക ചെയ്യുന്നു റസൂലേ, അവര് സക്കാത്ത് കൊടുക്കുന്നു റസൂലേ, അവർ അടിമകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു റസൂലേ, ഞങ്ങൾ കയ്യിൽ പൈസ ഇല്ല റസൂലേ, അതുകൊണ്ട് ഞങ്ങളെക്കാൾ അവർ മത്സരിച്ച് പരലോകത്തിന്റെ വിഷയത്തിൽ അവർ മത്സരം കാണിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് റസൂലേ, ഞങ്ങൾ ബേക്കിലായി പോയല്ലോ റസൂലേ, എന്താണ് റസൂലേ, ഞങ്ങൾക്കൊരു പരിഹാരം വേണമെന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് പരാതി ബോധ്യപ്പെടുത്തുന്ന സ്വഹാബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അഫലാ ഉഅല്ലിമുകും ശൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖകും വതസ്ബികൂന ബിഹി മൻ ബഅദകും വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും. നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയിപ്പിച്ചു തരട്ടെയോ? നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ആശ്വാസം നൽകുകയാണ്, അവർക്കൊരു ഗൗരവമുള്ള കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആ പ്രവർത്തനം ചെയ്താൽ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുമ്പ് പോയവരുടെ കൂടെ നിങ്ങൾക്ക് മത്സരിച്ച് സമയത്ത് ഉപയോഗപ്പെടുത്തി ജീവിച്ചവരുടെ കൂടെ നിങ്ങൾക്ക് മത്സരിച്ചെത്താൻ സാധിക്കും. നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകളെ
നിങ്ങൾക്ക് മറികടക്കാൻ മാത്രമുള്ള നന്മയുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങളെക്കാൾ ഉത്തമരായ ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഏറ്റവും ഖൈറിലേക്ക് നിങ്ങളെത്തും. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടല്ലാതെ അവർക്കൊരിക്കലും നിങ്ങളുടെ കൂടെ എത്താൻ സാധ്യമല്ല. അവരും അത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ കൂടെ എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പാവങ്ങളായ മുഹാജിരീങ്ങളായ സഹാബികളോട് അള്ളാഹുവിന്റെ റസൂല് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ആ പരിഹാരം എന്നറിയോ? തുസബ്ബിഹൂൻ. എന്താ പരിഹാരം? തുസബ്ബിഹൂൻ. തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂൻ ദുബുറ കുല്ലി സ്വലാത്തിൻ സലാസൻ വസലാസീൻ. എല്ലാ നമസ്കാര ശേഷവും, എല്ലാ ഫർദ് നമസ്കാര ശേഷവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ് 33 ചൊല്ലണേ, അൽഹംദുലില്ലാഹ് 33 ചൊല്ലണേ, അല്ലാഹു അക്ബർ 33 ചൊല്ലണേ. ഇതാണ് ആ കാണുന്ന സമ്പത്ത് കൊണ്ട് നിങ്ങളെക്കാൾ ഏറ്റവും ഖൈറിന് വേണ്ടി മത്സരിക്കുന്ന അവരുടെ കൂടെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ കാര്യം. എല്ലാ നമസ്കാര ശേഷവും ഈ ദിക്ർ ചൊല്ലണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താ? നമ്മുടെ നിലപാടെന്താ? സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ, അല്ലാഹു അക്ബർ ചൊല്ലാൻ. 18,000 ദിനരാത്രങ്ങൾ കഴിഞ്ഞു കടന്നു പോയിട്ട് ഒരു ദിവസം 5 നേരത്തെ നമസ്കാരം പരിശോധിച്ച് വിലയിരുത്തിയൊക്കെ എത്ര ഈ നമ്മുടെ നാട്ടിലുള്ള സമ്പത്തിന്റെ ഉടമകളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖൈറായ പ്രവർത്തനത്തിനേക്കാളൊക്കെ ഏറ്റവും ഖൈർ ഇതാണ് നമസ്കാര ശേഷമുള്ള ഈ ദിക്റിന്റെ പ്രാധാന്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആലോചിച്ചൊക്കെ അവസാനം എന്താ പറയാ, അവരെങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് അവർ നിസ്കാരം ഇത് ചൊല്ലാൻ തുടങ്ങി. ഇത് ചൊല്ലാൻ തുടങ്ങിയപ്പം പണക്കാരായ സ്വഹാബികൾ ഇത് കേൾക്കാൻ തുടങ്ങി. അവർ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും? കളവ് പറയാൻ പറ്റോ? പറയാൻ പറ്റൂല. ഒരു ദീന് പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, നിർബന്ധമാണ്. അവസാനം എന്ത് ചെയ്തു? അതിങ്ങനെ തൊട്ടടുത്തുള്ള സ്വഹാബികൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു. എന്ത്? പണക്കാരായ സ്വഹാബികൾക്ക് ഷെയർ ചെയ്തു. റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്ര കൂലിയുണ്ട്. അവരും ചൊല്ലാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പ്രവാചകന്റെ അടുക്കലേക്ക് വീണ്ടും പരാതിയുമായിട്ട് സ്വഹാബികൾ വന്നിട്ടുണ്ട്, റസൂലേ, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം അവരും ചെയ്യാൻ തുടങ്ങി റസൂലേ. അവർ വീണ്ടും നമ്മളെക്കാൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്, നമ്മൾ അവരുടെ പിന്നാലെയായി പോയി എന്ന് പ്രവാചകനോട് വീണ്ടും വന്നിട്ട് പരാതി പറയുന്ന മനസ്സലച്ചു. ഇത് അവർക്ക് മാത്രമാണോ? നമുക്കുള്ളതല്ലേ? ഇസ്ലാം വളരെ എളുപ്പമാണ്. പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണെന്ന് ഞാൻ പറയുന്നു. റമദാൻ എന്താ പ്രത്യേകത? റമദാൻ ആയിക്കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പ്രവർത്തനം തന്നെയാണോ അന്നുള്ളത്, പക്ഷെ അതിന് പ്രതിഫലം വർദ്ധിക്കുന്നു എന്നാണ്. അന്ന് സുബഹി നിസ്കാരമുണ്ട്, സുബഹിക്ക് ശേഷമുള്ള ദിക്റുകളുണ്ട്, സുബഹിക്കുമ്പോൾ ഈ ദിക്റുകളുണ്ട്, അതേപോലെ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്, അതേപോലെ തന്നെ ഖുർആൻ പാരായണമുണ്ട്, നന്മ കൽപ്പിക്കലുണ്ട്, തിന്മ. എന്താ അതിന് എക്സ്ട്രാ പറഞ്ഞുള്ള തറാവീഹ് നിസ്കാരം രാത്രി എല്ലാ ദിവസവും ഉണ്ട്. നോമ്പാണ്, നോമ്പ് റമദാനിന് പുറമെ സുന്നത്ത് നോമ്പുകളുണ്ട്. നമ്മളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനിലേക്ക് മാറ്റിവെക്കുകയാണ് പല കാര്യങ്ങളും. അങ്ങനെ മാറ്റിവെച്ചാൽ നടക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു, റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ശഅബാൻ എന്ന് പറയുന്ന ഒരു മാസമുണ്ട്, അത് മനുഷ്യർ അശ്രദ്ധമായി കാണുന്ന മാസമാണെന്നാണ്. ഇതാര് പഠിപ്പിച്ചതാ? പ്രവാചകന്റെ വക പറഞ്ഞതല്ല. പ്രവാചകൻ ദീനിന്റെ വിഷയത്തിൽ ഒരു വാക്ക് പോലും സംസാരിക്കില്ല. അതുകൊണ്ടാണ് ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് കൊണ്ടുവരും നമ്മൾ ചോദിക്കാൻ എന്താ തെളിവ്? എന്താ കാരണം? പ്രവാചകൻ ദീനിന്റെ വിഷയത്തിൽ ഒരു വാക്ക് പോലും സംസാരിക്കുക എന്ന് സൂറത്തുൻ നജ്മ് 54-ാമത്തെ സൂറത്തിന്റെ 3-4 ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാക്ക് പോലും ദീനിന്റെ വിഷയത്തിൽ എന്താക്കൂല പ്രവാചകൻ, സ്വന്തം വക സംസാരിക്കൂല. അതുകൊണ്ടാ പല കാര്യങ്ങളും വന്നപ്പം എന്റെ തെളിവ് എന്ന് ചോദിച്ചത്. തെളിവില്ലേ? പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. ആ പ്രവാചകനാ പറഞ്ഞത് എന്ത്? റജബിന്റെയും റമദാന്റെയും ഇടയിൽ ശഅബാൻ എന്ന് പറയുന്ന ഒരു മാസം അത് അശ്രദ്ധമായിട്ട് കാണും. ആലോചിച്ചോ,
ഖുർആൻ ഓതാൻ അറിയാത്തവർ ഖുർആൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കും. എന്നിട്ട് എന്താ ചെയ്യുക? റമദാൻ ആവട്ടെ, നിസ്കാരമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിക്കണം, ശരിയാക്കണം. അപ്പോൾ ചിന്തിക്കുന്ന റമദാൻ ആവട്ടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടി 10ാം ക്ലാസ്സിന്റെ ആദ്യ ദിവസം സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പുതിയ ബുക്ക് കിട്ടൂല. നമുക്കൊക്കെ ഓർമ്മയില്ലേ? ആ 10ാം ക്ലാസ്സിലെ പുതിയ ബുക്ക് കിട്ടിയിട്ട് ഇങ്ങനെ മറിച്ചു നോക്കുന്ന സമയത്ത് മിക്ക ആളുകളും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം എന്നറിയോ? ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നു മുതൽ പഠിക്കാൻ ആരംഭിക്കുന്നുണ്ട്, ഇന്നു മുതൽ പഠിച്ചിട്ട് ഞാൻ 10ാം ക്ലാസ്സിന് ടോപ്പ് മാർക്ക് വാങ്ങും എന്നൊക്കെ ആ പുസ്തകം തുറക്കും ആഗ്രഹിക്കും. അന്ന് ആഗ്രഹിച്ച് ഇപ്പൊ ഫെബ്രുവരി 12 13 ഇന്നത്ര 13 ഇന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. അടുത്ത മാസ പരീക്ഷ. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. പരലോകത്തിന്റെ വിഷയത്തിൽ ഇബ്ലീസ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ചതിയാണ്. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് കണ്ടോണ്ടിരിക്കുന്നത് എന്ന്. മണിക്കൂറുകളുള്ള കാര്യം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവൻ പറയാണ്, റമദാനായി കഴിഞ്ഞാൽ കാണാൻ പറ്റൂല, അതുകൊണ്ട് ഇപ്പം കണ്ടു തീർക്കുകയാണ്. ഇതാണ് ഷാബാൻ. സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് വന്ന് പങ്കെടുത്ത് ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ഇപ്പം തുടങ്ങിയ ആളുകൾക്ക് നോമ്പിനും തുടരാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയോ? റമദാൻ അങ്ങ് വരും, റമദാന്റെ ഫസ്റ്റ് ദിവസം വന്നിട്ട് ഒരൊറ്റ ഓത്തായിരിക്കും. 5ഉം 10ഉം 20ഉം 22 പേജൊക്കെ ഓതിയിട്ട് പറയും. അപ്പുറത്തോട് ചോദിക്കും എത്ര ഓതിയെന്ന്. ഓൻ പറയും ഞാൻ 20 ഞാൻ 25 25 പേജായി. പിറ്റേ ദിവസം 15 ആവും, പിറ്റേ ദിവസം 10 ആവും, പിന്നെ 5 ആവും. 5ാമത്തെ ദിവസം എന്താണ് സുബഹിക്ക് ശേഷം എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. എന്തുകൊണ്ടാ? റമദാനിലല്ല, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു രാവിലെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹി നുശൂർ അത് ചൊല്ലി ശീലിക്കണം. അപ്പൊ റമദാൻ എക്സ്ട്രാ കൂലി കിട്ടും. അതൊരു അവസരമാണ്, വർദ്ധിപ്പിക്കാനുള്ള അവസരം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എളുപ്പമാണ്, എല്ലാം സിമ്പിളാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് വീണ്ടും വന്നിട്ട് റസൂലെ, അവർ വീണ്ടും പ്രവർത്തിച്ചു റസൂലെ, അവർ വീണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യം കൂടി ചെയ്തു റസൂലെ, നിങ്ങൾ പരലോകത്തിന്റെ വിഷയത്തിൽ പിന്നിലായി പോയ റസൂലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനോട്, പാവപ്പെട്ട സ്വഹാബത്തിനോട് അവരുടെ മനസ്സിന്റെ വേദനകൾ വന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകന്റെ അവിടെയുള്ള മറുപടി എന്താണെന്നറിയുമോ? അള്ളാഹു ചില ആളുകൾക്ക് ശ്രേഷ്ഠതകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. ആ ശ്രേഷ്ഠതകൾ വർദ്ധിക്കാൻ വേണ്ടി നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊള്ളുക. ഇതായിരുന്നു സ്വഹാബികൾ, ഇതാണ് നമ്മൾ. പരിശോധിച്ചോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പ്രവാചകൻ പറയാണ്, ഇദാ ഖാലൽ ഇമാം, ഒരു നമസ്കാരത്തിന്റെ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ പ്രതിഫലം തേച്ചു പറഞ്ഞാലേ അതിന്റെ ശ്രേഷ്ഠത അത്രമാത്രം ശ്രേഷ്ഠതയാണ്. അതിന്റെ ഒരു കാര്യം മാത്രം ഞാനൊന്ന് ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഇദാ ഖാലൽ ഇമാം, ഇമാം പറഞ്ഞു, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, ഇഅ്തിദാദിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, ഒരു പ്രാർത്ഥനയാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി എന്ന് തുടങ്ങുന്ന വേറെ പ്രാർത്ഥനയും പ്രവാചകൻ പഠിപ്പിച്ചു. അതിന്റെ കൂടെ മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്ന ഹദീസാണ്. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ അവിടെ മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകളും നമസ്കാരത്തിൽ സന്നിഹിതരായിരിക്കും. അവർ നമസ്കാരത്തിൽ കൃത്യമായി മുന്നോട്ട് പോകും. അതുകൊണ്ടാ റസൂല് പഠിപ്പിച്ചില്ലേ, ജുമുഅക്ക് മിമ്പറിലേക്ക് ഖതീബ് കയറിക്കഴിഞ്ഞാൽ മിമ്പറിലേക്ക് കയറുന്നത് വരെ ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തി വെക്കും. മിമ്പറിലങ്ങ് കയറിക്കഴിഞ്ഞാൽ ആ രേഖപ്പെടുത്തുന്ന എന്തൊരു സംവിധാനമാണോ അതങ്ങ് പൂട്ടിവെച്ചുകൊണ്ട് അവർ ജുമുഅക്ക് കേൾക്കാൻ വേണ്ടി ആ സഫിലേക്ക് കയറി ഇരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ നമ്മൾ അതിന്റെ കൂടെ പരിശോധിക്കുന്ന വിഷയം, അതിന്റെ കൂടെ നമ്മൾ പരിശോധിക്കുന്ന വിഷയം. ഇത് പ്രവാചകൻ പറയാണ്, മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മലക്കുകളും അത് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നമ്മൾ ചെയ്ത്? അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു എന്ന് മാത്രം പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്താ പ്രതിഫലം? കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമസ്കാരത്തിന്റെ ഓരോന്നിന്റെയും കാര്യം പഠിച്ചെന്തായിരിക്കും? രാവിലെ മുതൽ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയുടെയും ദിക്റിന്റെയും പ്രത്യേകത എന്തായിരിക്കും? എന്തെല്ലാം പ്രതിഫലമാണ്! 15000 ദിവസം ഒന്നിങ്ങനെ നമ്മുടെ ഓരോ ദിവസങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നാളെ പരലോകത്തെ വിചാരണക്കെടുക്കും. എന്തായിരിക്കും അവസ്ഥ? മിഅ്റാജിന്റെ രാവിൽ 50 വക്ത് നമസ്കാരം സമ്മാനമായി നൽകി. മൂസാ നബി ചോദിച്ചെന്താണ് കിട്ടിയത്? പ്രവാചകൻ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് സമ്മാനമായി 50 വക്ത് നമസ്കാരം കിട്ടി. മൂസാ നബി പറഞ്ഞു, തിരിച്ചു പോകണം, കുറക്കണം. ഞാനൊരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചു വന്നതാണ്, നിന്റെ സമൂഹത്തിന് സാധ്യമല്ല. തിരിച്ചുപോയി കുറച്ചു, വീണ്ടും കുറച്ചു, വീണ്ടും കുറച്ചു, വീണ്ടും കുറച്ചു. അവസാനം 5 വക്ത് നമസ്കാരവുമായി സന്തോഷത്തോടുകൂടി ഈ ഭൂമി ലോകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. 50 വക്ത് നമസ്കാരമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 5 വക്ത് നമസ്കാരമാക്കി ചുരുക്കി എന്നതിനപ്പുറത്ത് 50 വക്ത് നമസ്കാരത്തിന് പ്രതിഫലം ചുരുക്കിയില്ല. അതാണ് ആര്? പടച്ചറബ്. 50 വക്ത് റക്അത്ത് നമസ്കാരമേ ചുരുക്കിയിട്ടുള്ളൂ, അതിന് പ്രതിഫലം എന്താക്കിയില്ല, കുറച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്ന പ്രതിഫലവും ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചു എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് തന്റെ മകനോട് പറയുമായിരുന്നു, മോനെ, നീ ഒരു നന്മ എന്നും ആഗ്രഹിക്കണം. ഏതൊരു നന്മ കേട്ടാലും ഏതൊരു നന്മ കണ്ടാലും നീ അതിനെ ആഗ്രഹിക്കണം. നന്മ ആഗ്രഹിക്കണം. എന്നിട്ട് മകനോട് പറയണം, മോനെ അബ്ദുല്ലാ, നീ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നന്മയുടെ പൂർണ്ണമായ ഒരു പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നു. നിനക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ നന്മ പൂർണ്ണമായി രേഖപ്പെടുത്തി വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല മോനെ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് തന്റെ മകനോട് പറഞ്ഞു. നന്മ ചെയ്താലോ? നന്മ ചെയ്താൽ മിനിമം 10 ഇരട്ടി, മിനിമം 10 ഇരട്ടി. അത് 100, 200, 500, 700 വരെ അല്ല, ഹദീസിൽ കാണാം അതിനേക്കാളും വർദ്ധിപ്പിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചോക്കെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് ഞാനിപ്പോ രാവിലത്തെ കാര്യം 1-2 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്തൊക്കെ കാര്യമുണ്ട്. ഇനി നമ്മുടെ പെരുമാറ്റമായിക്കോട്ടെ, സ്വഭാവമായിക്കോട്ടെ, സാമ്പത്തിക ഇടപാടുകളായിക്കോട്ടെ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് നടന്നെത്രയാ? ഒരു നന്മ രേഖപ്പെടുത്തി, ഒരു തിന്മ മായിച്ചു. ഈ പള്ളിയിലേക്ക് കയറുമ്പം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, ആർക്കറിയാത്ത ചൊല്ലിയോ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ മുമ്പിലും പ്രദർശിപ്പിക്കപ്പെട്ട ദിവസം വരുമ്പം യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നൊന്നും ചെയ്യൂല, മറച്ചു വെക്കുകയില്ല, എല്ലാം പ്രദർശിപ്പിക്കപ്പെടും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മയോടുള്ളൊരു സമീപനം എന്താണെന്ന് പരിശോധിച്ചിട്ട് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കണം. ഓരോ കാര്യം എല്ലാം എളുപ്പമാണ്. രാവിലെ എഴുന്നേൽക്ക് രാത്രി കിടന്നിറങ്ങുന്നതൊക്കെ എളുപ്പമാണ്. എന്നാൽ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്കൊന്ന് നമ്മിലേക്കൊന്ന് ചേർത്ത് കൊണ്ടൊന്ന് പരിശോധിക്കണം. ഓരോ ചരിത്രങ്ങളും, ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഒക്കെ നമ്മൾ അങ്ങനെ പരിശോധിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകനും ഉസാമത്ത് ബിൻ സെയ്ദും ബിലാലും ഉസ്മാൻ ബിൻ ത്വൽഹയും കൂടി റളിയല്ലാഹു അൻഹും അവരൊക്കെ കൂടി കഅബയുടെ ഉള്ളിൽ കയറി. കഅബയുടെ ഉള്ളിൽ കയറുന്നത് ആര് കണ്ടില്ല? ഇബ്നു ഉമർ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇബ്നു ഉമറിന് മനസ്സിലായി അതിനുള്ളിൽ ആളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? നേരെ ഓടി വന്ന് അപ്പൊ വാതിൽ തുറന്നു കൊടുത്ത് അതിനുള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയ സമയത്ത് ചോദിച്ചു, ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന അസ്സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അതിനുള്ളിൽ കയറിയ പ്രവാചകൻ നിസ്കരിക്കും. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂൽ എവിടെ വെച്ചിട്ടാണ് നിസ്കരിച്ചത്? ബിലാൽ നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്.
ഇന്ന സ്ഥലത്ത് വെച്ചിട്ട്. ചരിത്രം പറയുന്നുണ്ട്, അതേ പ്രവാചകൻ നിന്ന സ്ഥലത്ത് നിന്നിട്ട് ആര് നിസ്കരിച്ചു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഉമർ പറയാണ്, ആ നന്മ ചെയ്യാനുള്ള ധൃതി കാരണത്താൽ എത്ര റക്കാത്താണ് പ്രവാചകൻ നിസ്കരിച്ചതെന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എത്ര റക്കാത്താണ് നമസ്കരിച്ചത് എന്ന് ചോദിക്കാൻ മറന്നുപോയി. അതും കൂടി ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് അതിൽ കൂടി പ്രതിഫലം കിട്ടുമായിരുന്നില്ല എന്നാണ്. നമ്മളോ ഒരു പെൺകുട്ടി തലയിൽ കൃത്യമായി തട്ടൊന്നും ധരിക്കാത്തൊരു പെൺകുട്ടിയെ കണ്ടപ്പം കുറച്ചൊക്കെ തഖ്വയുള്ള നല്ല ഒരു പെൺകുട്ടി പറഞ്ഞു, മോളെ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പറഞ്ഞതല്ലേ, മുടിയൊക്കെ കാണിച്ച് നടക്കരുത്, മഫ്തൊക്കെ ശരിക്കും ധരിക്കണം. അപ്പൊ ഈ കുട്ടി തിരിച്ചു വയ്ക്കുകയാണ്, അങ്ങനെ ഇപ്പൊ 2 മുടിയൊക്കെ കാണിച്ച് നടക്കുകയാണെങ്കിൽ, അങ്ങനെ ഇപ്പൊ ഇസ്ലാമില് അതങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകാണെങ്കിൽ പുറത്തു പോയിക്കോട്ടെ. അങ്ങനെ ഇപ്പൊ ഇസ്ലാം എന്നൊന്ന് 2 മുടിയൊക്കെ കാണിച്ച് നടക്കുന്നത് കൊണ്ട് പുറത്തു പോകാണെങ്കിൽ പുറത്തു പോയിക്കോട്ടെ. അല്ലെങ്കിൽ ഈ 2 മുടിയൊക്കെ കാണിച്ച് നടക്കുന്നത് ഇസ്ലാമിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല. ആ കുട്ടി ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണ് ആ കുട്ടിയുടെ മറുപടി. ഇത് ഞാനൊരു ഉദാഹരണമാണ്, ഇത് നടന്ന സംഭവമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചില ചിന്താഗതികളൊക്കെ വരുന്നുണ്ട്. മുടി കാണിച്ചത് ഇസ്ലാം എന്ന് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞാ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാം എന്ന് പുറത്തൊന്നും പോകില്ല. പക്ഷേ അത് വമ്പിച്ച തെറ്റാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ കുട്ടി പറഞ്ഞ വാചകമോ, ആ കുട്ടി പറഞ്ഞ വാചകം എന്താ? അങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോയിക്കോട്ടെ. അങ്ങനത്തെ ഒരു ഇസ്ലാമിക നിർദ്ദേശം, അങ്ങനെയുള്ളൊരു ഇസ്ലാമാണ് എനിക്ക് താല്പര്യമില്ല എന്ന് ആകാശ ലോകങ്ങൾക്ക് പുറത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരിക്കുന്ന ഖുർആനിന്റെ ഹദീസിന്റെ മാർഗദർശനത്തെ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന ഒരു വാക്ക് വന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുട്ടി ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണ് ആ കുട്ടിയുടെ പ്രതികരണം. നേരത്തെ എന്താ പറഞ്ഞ, ഞാൻ ആ നമസ്കാരത്തിൽ ധൃതി കാണിച്ചത് കാരണത്താൽ എനിക്ക് പ്രവാചകൻ എത്രക്കാ നിസ്കരിച്ചത് എന്ന് ചോദിക്കാൻ മറന്നുപോയി എന്നൊരു സ്വഹാബി പറയുമ്പം, ആ സ്വഹാബി അന്ന് ചെറിയ പ്രായ, ഈ പറയുന്ന 2 പെൺകുട്ടികളുടെ പ്രായം പോലും അന്ന് ഇബ്നു ഉമറിന് ഉണ്ടായിരുന്നില്ല എന്ന ഗൗരവമേറിയ ചിന്തയുണ്ടാവണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എളുപ്പം, എല്ലാം എളുപ്പം. ഇതെന്താ, ഈ കുട്ടി പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇസ്ലാമിനൊക്കെ എനിക്ക് താല്പര്യം. അതെന്താന്ന് വെച്ചാൽ ഇസ്ലാം ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അടങ്ങാറാണ്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞ് ഭയങ്കര കുടുസതയാണ് എന്നൊക്കെ ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ അടിച്ചങ്ങിട്ട് കയറ്റിയപ്പം എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന് പുറത്തു പോവുക, ഇസ്ലാം ഭയങ്കര പ്രശ്നമാണ് എന്ന നിലയിൽ എന്ത് ചെയ്യുക, മനുഷ്യരുടെ പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് അടിച്ചങ്ങിട്ട് കയറ്റുക. ഇസ്ലാമിനോട് അവർക്ക് വെറുപ്പായി മാറി. പക്ഷേ നിങ്ങൾ ഓരോ പ്രാർത്ഥനയും ഓരോ പ്രവർത്തനവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫലായിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞിട്ട് ഇസ്ലാമിനെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളെ അങ്ങനെ ഓരോ കാര്യങ്ങളും, ജമാഅത്ത് നമസ്കാരമായിക്കോട്ടെ, ദിക്റുകളായിക്കോട്ടെ, പ്രാർത്ഥനകളായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ കാര്യം, റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല മനസ്സുമായിട്ട് പ്രവേശിക്കണം. തെറ്റി നിൽക്കൊന്നും ചെയ്യരുത്, തെറ്റി നിൽക്കാനൊന്നും പാടില്ല. അതാരാണെങ്കിലും ശരി, കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, സുഹൃത്ത് ബന്ധം, ആരാണെങ്കിലും ശരി, അവരോടൊന്നും തെറ്റി നിൽക്കാതെ നല്ല മനസ്സോടുകൂടി അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, ഈ രാവിലെ എഴുന്നേൽക്കുന്നത്, രാത്രി കിടന്നുറങ്ങുന്നത്, കുറേ പ്രവർത്തനം ഉണ്ടല്ലോ. നിസ്കാരമൊക്കെ നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, അതിനൊക്കെ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൈകൾ കെട്ടിയിട്ട് നമ്മുടെ കണ്ണുകൾ നിറയുമായിരുന്നു. ഖുർആനിന്റെ ഓരോ ആയത്തുകളും 6000 ചില്ലാനം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എത്ര മനോഹരമായിട്ടാണ്, എത്ര രസകരമായ ഖുർആനിന്റെ ചട്ടകൾ എന്ന് നോക്കി അത് കാണാൻ എന്തൊരു ഭംഗിയാണ്. നമ്മുടെ മൊബൈൽ എത്ര രസമുള്ള ഖുർആനിന്റെ ആപ്ലിക്കേഷനുകളുണ്ട്. നമ്മൾ അതിനോടുള്ള സമീപനം എന്താണ്? 6000 ചില്ലാനം ആയത്തുകൾ എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണ്. എന്നോട് എന്റെ റബ്ബ് സംസാരിക്കുകയാണ്. ഓരോ ആയത്തുകൾ നമ്മൾ ഓതിയിട്ട് അതിന്റെ അർത്ഥം പഠിച്ച് അതിന്റെ മനസ്സിലാക്കി ആ ആയത്തുമായിട്ട് മുഖാമുഖം
ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഓരോ ആയത്തുകൾക്ക് നമ്മൾ പഠിച്ചു നോക്കി. ഖുർആൻ ഓതിയാൽ കൂലിയുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ആ ആയത്തുകൾക്ക് അർത്ഥമൊക്കെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാ നന്മകളിലും അതിന് ധാരാളം ക്ലാസ്സുകളും സംവിധാനവും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ നാട്ടിൽ ഇത്ര മാത്രം ഓരോ വെള്ളിയാഴ്ചയും കൃത്യമായിട്ടൊരു വളരെ മനസ്സിന് തട്ടുന്ന ഖുർആനും ഹദീസും വെച്ച് നിങ്ങൾക്ക് ഉത്ബോധനം നൽകുന്ന ഒരു പള്ളി നമുക്ക് കിട്ടിയില്ലേ? ഇതിന്റെ ഭാഗമായി എത്ര സദസ്സുകൾ ഇന്ന് വൈകുന്നേരം പോലും റമദാനുമായി ബന്ധപ്പെട്ട് അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സ് ചുക്ലിയിൽ വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യമാരെവിടെ, നമ്മുടെ മക്കളെവിടെ? അവർക്കൊന്ന് കേൾക്കണ്ടേ? അവരൊക്കെ കൂട്ടി അവിടെ പോയിരുന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കും. നാളെയും ഉണ്ട്. ഇന്നിപ്പോ ഇതാ തലശ്ശേരി പള്ളിയിൽ ജുമാ മുതൽ അവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഇതിന്റെ കാര്യങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ച് റമദാനൊക്കെ പ്രത്യേകിച്ച് ധാരാളം ഞാൻ പുറത്തുനിന്ന് കയറി വരുന്ന സമയത്ത് കുറേ പേരുകൾ കണ്ടു. അതൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാ നന്മകളും നമുക്ക് കേൾക്കാൻ കഴിയണം. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം. ആരോടും വെറുപ്പും വിദ്വേഷവും പകയൊന്നും ഇല്ലാതെ നല്ല മനസ്സോടുകൂടി വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി പടച്ചറബിനോട് നൽകേണ്ട എല്ലാ കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടുള്ള കടമകളും നിർവഹിച്ച് മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായി കുറേ കാര്യങ്ങൾ റമദാനിൽ എല്ലാ ശനിയും ഞായറും ഇവിടെ നല്ല നോമ്പുതറയോടുകൂടിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പം അതിൻ്റെ കൂടെ അതിന് വേണ്ട കാര്യങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സഹായിക്കാൻ പറ്റുക അതൊക്കെ നമ്മൾ സഹായിക്കണം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അതൊക്കെ മനസ്സറിഞ്ഞ് നമ്മൾ സഹായിക്കാൻ നമുക്ക് സാധിക്കും. അതൊക്കെ വലിയ പ്രതിഫലമാണ് എന്ന് കൃത്യമായൊരു ബോധവും ബോധ്യവും ഉണ്ടാവണം. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും കുറെ തെറ്റുകൾ ചെയ്തു പോയി റഹ്മാനെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് ഖബറില, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അള്ളാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. ലോകത്തിന്റെ പല ദിക്കുകളിലും മുസ്ലിമീങ്ങളായ ആളുകൾ വല്ലാത്ത വേദനയിലാണ്. അള്ളാഹുവെ അവർക്ക് നീ നിർഭയത്വം ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ മനസ്സറിഞ്ഞ് റമദാനിലേക്ക് പ്രവേശിക്കാനും ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങി പ്രവേശിക്കാനും റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ وإليك أنبنا وإليك المصير اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم إنا نسألك الجنة ونعوذ بك من النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين أقم الصلاة.